ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം തന്നെ എന്ന് വിശ്വസിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കൂടാതെ ലൈക്കും ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയാണ് കേട്ടോ. ഇന്നിപ്പോൾ ഡിസംബർ 25 ആണ്, ക്രിസ്മസ് ആണ്. ആഹിലിന് മദ്രസ ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നും കൂടി മദ്രസയുണ്ട്. ഇനിയിപ്പോൾ നാളെ മറ്റന്നാൾ അത് കഴിഞ്ഞിട്ട് അങ്ങനെ 3 ദിവസം മദ്രസയിൽ അവധി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടിട്ട് ആഹിൽ രാവിലെ തന്നെ പോയിട്ടുണ്ട്. രാവിലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6:30 മദ്രസ. അവൻ ഇറങ്ങിയപ്പോൾ 6:40 ആയിട്ടുണ്ട് കേട്ടോ. ആദ്യമായിട്ടാണ് വൈകി പോകുന്നത്. കാരണം ഞങ്ങൾ ഇന്നലെ കിടന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടോ, 12 മണി കഴിഞ്ഞു കിടന്നപ്പോൾ. കാരണം ഹസ്ബൻഡ് ഡ്രസ്സ് എടുക്കാനായിട്ട് പോയേക്കുമായിരുന്നു. നമുക്ക് കല്യാണം വരുന്നുണ്ടല്ലോ, നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഫാമിലിയുടെ ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ വെള്ളിയാഴ്ച തുടങ്ങി ഫങ്ഷനാണ്. അപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുത്തെങ്കിലും ഹസ്ബൻഡ് ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇന്നലെയാണ് പോയിട്ട് ഡ്രസ്സ് എടുത്തത്. ഇന്നലെ ലുലുവിൽ പോയിട്ട് എടുത്തിട്ട് വന്നപ്പോൾ ലേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ലേറ്റായിട്ട് വരുമ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും വൈകുമല്ലോ, 10 മണിയൊക്കെ ആയിട്ട് വന്നപ്പോൾ. അപ്പം ഞങ്ങൾ ഇന്നലെ ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്ലാൻ അങ്ങനെ തന്നെ അങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. ഹസ്ബൻഡ് അപ്പോൾ പുറത്തുനിന്ന് വന്നപ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ട് വന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ കിടക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ കുറച്ച് നേരം മൊബൈലൊക്കെ നോക്കി കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ 12 മണി കഴിഞ്ഞു കിടന്നപ്പോൾ. അതുകൊണ്ട് തന്നെ ആഹിലിന്ന് എഴുന്നേക്കാൻ നന്നായിട്ട് വൈകിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 10 മിനിറ്റ് വൈകിയാണ് അവൻ മദ്രസയിലേക്ക് പോയേക്കുന്നത്. പക്ഷേ ഉസ്താദൊന്നും പറഞ്ഞില്ലെന്നാണ് അവൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളുടെ തേങ്ങ സ്റ്റോക്കൊക്കെ തീർന്നു പോയായിരുന്നു. അപ്പോൾ തേങ്ങ ഞാൻ കൊത്തിയെടുത്തിട്ട് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പുട്ടിനുള്ള പൊടി എടുത്തിട്ടുണ്ട്, വെള്ളം തിളപ്പിച്ചത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി പൊടിയൊന്ന് വാട്ടാൻ പോവാണ്. അപ്പോൾ അത് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ചൂടൊന്ന് പതുക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് കേട്ടോ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. മിക്സിയുടെ ജാറിൽ അടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ എളുപ്പത്തിൽ പൊടിയൊക്കെ ഒന്ന് കുഴച്ചെടുക്കാൻ പറ്റും. എങ്കിലും കുറച്ചും കൂടിയും എളുപ്പത്തിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടാൽ കിട്ടുമല്ലോ. അപ്പോൾ ഒന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ മിക്സിയുടെ ജാറിൽ ഓൾറെഡി നമ്മൾ തേങ്ങ അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ മട്ടൻ കറിയാണ് കേട്ടോ. 2 ദിവസമായി വാങ്ങിച്ച് വെച്ചിട്ട്. അപ്പോൾ ഓരോരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ നീണ്ടു പോകണമായിരുന്നു. ഹസ്ബൻഡാണ് കേട്ടോ വെച്ചത്. അപ്പോൾ രാവിലെ തന്നെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരുന്നപ്പോഴത്തേനും എൻ്റെ ഒരു ട്യൂഷൻ സ്റ്റുഡൻ്റാണ് സ്റ്റാലോൺ, ആഹിലിൻ്റെ ഫ്രണ്ട് കൂടിയാണ് കേട്ടോ. അപ്പോൾ അവൻ പ്ലം കേക്ക് കൊണ്ടു തന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് അവൻ്റെ വീട്. ആഹിലിൽ നിന്ന് പരിപ്പ് കറിയാണ് കേട്ടോ വെച്ചത്. കാരണം അവൻ മട്ടൻ കഴിക്കില്ല. അപ്പോൾ ഉച്ചയ്ക്കും അത് തന്നെയാണ് അവൻ്റെ കറി. അപ്പോൾ ഞാൻ വേഗം ചോറിനുള്ളത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അരി വേവുന്ന ആ ഒരു സമയത്ത് തന്നെ നമുക്ക് ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. ചെറുതായിട്ട് പൊടിയൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ എപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്യാറില്ല കേട്ടോ. നമ്മൾ ഓടിച്ചിട്ടൊന്നും തുടക്കില്ലേ സ്ലാബ്, അതേമാതിരിയാണ് തുടക്കാറ്. അപ്പോൾ സമയമെടുത്ത് നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയാണല്ലോ. അല്ലാണ്ട് നമ്മൾ ഡെയിലി തുടക്കാറുണ്ട് കൗണ്ടർ ടോപ്പൊക്കെ. അപ്പോൾ ഞാൻ സൈഡിലിരുന്ന് വെച്ചാൽ കുപ്പികളിൽ കുറച്ച് ചെടികളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി ഈ ട്രേയിൽ നിന്ന് പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കി വെച്ചിട്ട് ആ ട്രേ ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട്. കൂടാണ്ട് കുപ്പികളും ഒക്കെ നന്നായിട്ടൊന്ന് തുടച്ചിട്ട് രണ്ടാമതൊന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ എന്തായാലും കിച്ചണിൽ നിൽക്കുവാണല്ലോ, നമ്മുടെ അരി വേവണ ആ ഒരു സമയം വരെ നമ്മൾ നിൽക്കണമല്ലോ. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് പിന്നെ വേറെ ജോലിയൊന്നുമില്ല ചെയ്യാനായിട്ട്. ഉച്ചക്കത്തേക്ക് നമ്മൾ ഇന്നലെ ഗ്രില്ല് ചെയ്യാൻ വെച്ചിരുന്ന ഫിഷ് ഇരിക്കുന്നുണ്ട്, അതാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ പരിപ്പ് കറിയുണ്ട്. മട്ടൻ ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ഇന്നും നാളെയൊക്കെ ഉണ്ടാവും കേട്ടോ. ചെടികളൊക്കെ എടുത്തിട്ട് രണ്ടാമതൊന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെടികളിലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് രണ്ടാമതൊന്ന് നിറച്ച് കുറച്ച് ചെടികളും കൂടി ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മുടെ അരിക്കുള്ള വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. ഞാൻ അരി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ ഒരു സൈഡ് ക്ലീൻ ചെയ്യാനുണ്ട്. ഇവിടെ ബാസ്ക്കറ്റൊക്കെ വെച്ചിരിക്കുന്നത്, നമ്മൾ ടീസ്പൂൺ നൈഫൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു സെക്ഷനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് രണ്ടാമതൊന്ന് കഴുകി നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. കാര്യമായിട്ട് പൊടിയൊന്നും ഇല്ല കേട്ടോ, എങ്കിലും നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണ്ടേ അവിടെയൊക്കെ. അപ്പോൾ അതുകൊണ്ടിട്ട് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ.
ഇവിടെ ചെറുതായിട്ട് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു സെക്ഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉപയോഗിക്കുന്ന ഒന്നും തന്നെ ഇല്ല കേട്ടത്. ഞാൻ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. നമുക്ക് എപ്പോഴും യൂസ് ചെയ്യുന്ന പുറത്ത് കിച്ചണാണല്ലോ. പിന്നെ അതേപോലെ ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ആണെങ്കിലും ഞാൻ ഇപ്പുറത്ത് വേറൊരു ഷെൽഫിൽ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് എടുത്തിട്ടാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത്. പിന്നെ അവിടുത്തെ തീർന്നാൽ മാത്രമേ ഞാൻ ഇത് എടുക്കുള്ളൂ. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലിൻ്റെ കുപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ഭംഗി കൂടിയായിട്ടാണ് ആ ഒരു സൈഡ് വെച്ചിരിക്കുന്നത്. അതേപോലെ ആ സെറാമിക് പോട്ടിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ കൊടംപുളി അങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇരിക്കുന്നത്. ഈ ഒരു സെയിം പോട്ടിൽ പുറത്തും ഇരിക്കുന്നുണ്ട്, പുറത്ത് വർക്ക് ഏരിയയിലും ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഭംഗിക്കായിട്ടാണ് കേട്ടോ ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ ചെറുതായിട്ട് പൊടി വന്നിട്ടുണ്ട് കേട്ടോ, നമ്മൾ യൂസ് ചെയ്യുന്നില്ലല്ലോ ഒട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലായിടവും തുടച്ച് നല്ല ക്ലീൻ ആക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. സിങ്കും ഒക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ മെയിൻ കിച്ചൺ അത്യാവശ്യം നല്ലപോലെ പൊടിയൊക്കെ മാറി ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വർക്ക് ഏരിയയിലും ഉണ്ട് കേട്ടോ, അത്യാവശ്യം ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അവിടെയും ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ പാത്രങ്ങൾ എല്ലാം മാറ്റി ആ സൈഡൊക്കെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അകത്തെ കിച്ചണിനേക്കാളും കൂടുതൽ ഇവിടെ എന്തായാലും പൊടി ഉണ്ടാവും കേട്ടോ. കാരണം ഇത് ഓപ്പണായിട്ട് കിടക്കുന്ന ഒരു പ്ലേസാണ്. മേളിൽ നമ്മൾ നെറ്റാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും പൊടി ഉണ്ടാവും. ഞാൻ ഡെയിലി തുടക്കുന്നതാണ് എങ്കിൽ പോലും നമ്മൾ സ്റ്റാൻഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അങ്ങോട്ട് തുടക്കാറൊന്നുമില്ല. നമ്മൾ കാണുന്ന ആ ഒരു സൈഡാണ് വേഗം അങ്ങോട്ട് തുടച്ചങ്ങോട്ട് പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ എല്ലാം മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ വർക്ക് ഏരിയയിലെ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എല്ലായിടത്തും നല്ലപോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ ചോറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഓഫ് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി അതിൽ കിടന്ന് വെന്തോളും. അപ്പം നമുക്ക് ഗ്രില്ല് ചെയ്യാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 15 മിനിറ്റാണ് കേട്ടോ ഞാൻ വെക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രില്ല് ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതും മാത്രമല്ല കേട്ടോ, ഞങ്ങളങ്ങനെ പീസാക്കിയൊന്നും മുറിച്ചൊന്നുമില്ല. വലിയ ഫിഷാണ്. ആ ഒരു പ്ലേറ്റിലിടുമ്പോൾ തന്നെ അറിയാലോ, അത്യാവശ്യം വലിപ്പമുള്ള ഫിഷാണ്. അപ്പോൾ അതാണ് ഞങ്ങൾ 4 പേരും കൂടി കഴിക്കാൻ പോകുന്നത്. കൂട്ടത്തിൽ പരിപ്പ് കറിയുണ്ട് കേട്ടോ. ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഫുഡൊക്കെ കഴിഞ്ഞു. ഫുഡൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടോ. കാര്യമായിട്ട് ഇന്ന് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, എങ്കിലും മൊബൈലൊക്കെ നോക്കി ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോഴാണ് ആലിമിൻ്റെ ഫ്രണ്ട് നമ്മുടെ റിയാൻ അടുത്ത കേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആലിമിന് ഇത് കണ്ടപ്പോൾ ഇപ്പം തന്നെ വേണം, അവൻ ആ കേക്ക് വേണം. അവന് കൊണ്ടുവന്ന് കൊടുത്ത പോലെ, അവന് ഗിഫ്റ്റ് കിട്ടിയ പോലെ അവനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെടുത്ത് കൊടുത്തു. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ രാവിലത്തെ പുട്ടിരിക്കുന്നുണ്ടായിരുന്നു, പിന്നെ 2 ചപ്പാത്തി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ വേറെ ഉണ്ടാക്കാൻ നിന്നില്ല, ഇത് തന്നെയാണ് കഴിക്കുന്നത്. അപ്പോൾ അതൊന്ന് ആവിയേറ്റാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കൂടെ തന്നെ മട്ടൻ കറി ഒന്ന് ചൂടാക്കാനും വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് എടുത്തപ്പോഴത്തേനും ക്രിസ്മസ് കരോൾ വന്നിട്ടോ. ഇതിപ്പോൾ ഇന്നലെയും വന്നായിരുന്നു, ഇന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഗ്യാങ്ങായിട്ടൊക്കെ വരുമല്ലോ, അങ്ങനെ ക്രിസ്മസ് കരോളൊക്കെ വന്നു. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, താങ്ക് യു.